കേരളത്തിന്റെ മുഴുവൻ നൊമ്പരത്തിനും കണ്ണുനീരിനും കാരണമായ മിഥുൻ എന്ന കുട്ടിയുടെ മരണത്തെക്കുറിച്ച് അതീവ ദുഃഖത്തോടെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമായത്. അതിനുള്ള പ്രതിഷേധവും നമ്മുടെ വാക്കുകളിലുണ്ട്. കൊല്ലം ജില്ലയിലെ തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു, 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഈ 13കാരൻ. അധികൃതരുടെ കടുത്ത അനാസ്ഥ അത് കാരണമാണ് നമുക്ക് ഈ വിലപ്പെട്ട ജീവൻ, ഒരു കൊച്ചുമോന്റെ ജീവിതം നഷ്ടപ്പെട്ടത്. ക്ലാസ് മുറിയോട് ചേർന്ന സൈക്കിൾ ഷെഡിന്റെ തകരം കൊണ്ടുണ്ടാക്കിയതാ. അതിന്റെ മുകളിൽ വീണ സുഹൃത്തിന്റെ ചെരുപ്പടക്കാൻ കയറുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ അപകടം ഉണ്ടാവുന്നത്. കാല് തെന്നിപ്പോയ മിഥുൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി പിടിച്ചത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 440 വോൾട്ട്സ് വൈദ്യുതി ലൈനിലാണ്. അതേ തുടർന്ന് ആ കുട്ടി ബോധരഹിതനായി വീണു. ആശുപത്രികളിൽ കൊണ്ടുപോയെങ്കിലും പ്രയോജനം ഉണ്ടായില്ല, മരണം സംഭവിക്കുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയില് ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചിട്ട് അധിക ദിവസങ്ങളായില്ല. അവിടെ നമ്മൾ കണ്ട സർക്കാരിന്റെ അനാസ്ഥ, അല്ലെങ്കിൽ ദയാശൂന്യത, അല്ലെങ്കിൽ മനുഷ്യത്വമില്ലായ്മ, അതുതന്നെയാണ് ഈ സംഭവത്തിലും നാം കാണുന്നത്. സർക്കാരാവട്ടെ അതിന്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, കോട്ടയത്തേതുപോലെ തന്നെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വാസ്തവത്തിൽ ഇത് ഒരു അപകട മരണമല്ല, ഒരു കൊലപാതകമാണ്. ഇതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് പങ്കുണ്ട്, വൈദ്യുതി വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്, സ്കൂൾ മാനേജ്മെന്റിന് പങ്കുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്തിനും അവരുടേതായ പങ്ക്, അവരുടെ അനാസ്ഥയും ഈ അപകടം സംഭവിക്കുന്നതിന് ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ വളപ്പിലൂടെ വൈദ്യുതി കമ്പികൾ വലിക്കരുതെന്നും ഇപ്പോൾ എവിടെയെങ്കിലും അത്തരത്തിൽ കമ്പികൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്നും കഴിഞ്ഞ മെയ് 13-ാം തീയതി സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിരുന്നതാണ്. എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അയച്ചു കൊടുത്തതാണ്. പക്ഷെ ഇവിടെ അപകടകരമായ നിലയിൽ ഈ വൈദ്യുതി കമ്പി ഞാന്ന് കിടക്കുകയായിരുന്നു, തൂങ്ങിക്കിടക്കുകയായിരുന്നു. അത് മാറ്റാനോ പകരം കമ്പിക്ക് പകരം കേബിൾ ഇടാനോ ആരും ഒരു നടപടിയും എടുത്തില്ല. കേബിൾ ഇടണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു, അത് സ്കൂൾ അധികൃതരെ അറിയിച്ചതാണ്, മാനേജ്മെന്റിനെ അറിയിച്ചതാണ്. പക്ഷെ ആ വഴിക്ക് യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കേബിൾ ഇടണമെന്ന് പറഞ്ഞത് KSEB സ്കൂളുകാരോടാണ് പറഞ്ഞത്, പക്ഷെ ഒന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ചില നിശ്ചിത മാനദണ്ഡങ്ങൾ കമ്പികൾ വലിക്കുമ്പോൾ പാലിക്കേണ്ടതുണ്ട്. അതൊന്നും ഇവിടെ നടപ്പിലായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഷെഡും വൈദ്യുതി കമ്പിയും തമ്മിൽ 2.5 മീറ്റർ അകലം വേണമെന്നാണ് നിബന്ധന. പക്ഷെ ഇവിടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് കമ്പിയും ഷെഡും തമ്മിൽ 0.88 മീറ്ററിന്റെ അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചട്ടമനുസരിച്ച് അവിടെ 2.5 മീറ്ററിന്റെ അകലം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അപകടം സംഭവിക്കുമായിരുന്നില്ല. ഈ കുട്ടി ഈ 440 വോട്ട്സിന്റെ കമ്പിയിലെ വൈദ്യുതി കമ്പിയിൽ പിടിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ചെറിയ തോതിലുള്ള അപകടം ഉണ്ടായാൽ തന്നെ മരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഭൂമിയിൽ നിന്ന്, അതായത് തറനിരപ്പിൽ നിന്ന് ഈ വൈദ്യുതി കമ്പിയിലേക്ക് 4.6 മീറ്റർ അകലം വേണമെന്നാണ് ചട്ടം, അതാണ് നിബന്ധന. പക്ഷെ ഇവിടെ 4.28 മീറ്റർ മാത്രമായിരുന്നു അകലം. ഇവിടുത്തെ ഏറ്റവും വലിയ അനാസ്ഥ അല്ലെങ്കിൽ അലംഭാവം എന്ന് പറയുന്നത്, ഈ സ്കൂൾ ഷെഡ് നിർമ്മിച്ചതിന് അനുമതി ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടെയല്ല ഇത് നിർമ്മിച്ചത്. വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ഒരു അനുമതി ചോദിച്ചാൽ സുബോധമുള്ള ആരും അതിന് അംഗീകാരമോ അനുമതിയോ നൽകുമായിരുന്നില്ല. ഇത് വൈദ്യുതി ബോർഡ് പഞ്ചായത്തിനെ അറിയിക്കേണ്ടതായിരുന്നു. ഇത്തരത്തിലൊരു ഷെഡുണ്ടെന്നും ആ ഷെഡും വൈദ്യുതി കമ്പിയും തമ്മിൽ അപകടകരമായ തോതിൽ അകലക്കുറവാണെന്നുള്ളത് പഞ്ചായത്തിനെ KSEB അറിയിക്കേണ്ടതാ. അതുണ്ടായില്ല. ഇന്നലെ വൈദ്യുതി മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. വൈദ്യുതി ബോർഡ് അറിയിച്ചില്ല, അതൊരു വീഴ്ചയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതു ഇടമായ ഈ സ്കൂളില് എല്ലാവരും വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ അനുവാദമില്ലാതെ ഒരു ഷെഡ് പണിതു. ആ കാര്യം എന്തുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ ഇതുവരെ അറിഞ്ഞില്ല? 10 വർഷമായി ഇത് പണിതിട്ട് ഇതേവരെ പഞ്ചായത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുക? അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടിച്ചതാണോ, മിണ്ടാതിരുന്നതാണോ? ഇതൊക്കെ അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഈ 3 വകുപ്പുകളുടെ, വിദ്യുച്ഛക്തി ബോർഡ്, വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ ഭരണ വകുപ്പ്, ഇവരുടെ ഈ 3 പേരുടെയും കെട്ടുകാര്യസ്ഥത അല്ലെങ്കിൽ അനാസ്ഥയാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായത്. ഈ അപകടത്തിന്റെ, ഒരു കുട്ടിയുടെ ദാരുണമായ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കാണ് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുക? കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചപ്പോഴ്
നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് സിസ്റ്റത്തെയാണ് പഴിച്ചത്, അല്ലാതെ ഗവൺമെന്റിന്റെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ വകുപ്പിന്റെയോ ഉത്തരവാദിത്വമല്ല. സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഭാഗ്യത്തിന് വൈദ്യുതി മന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ സിസ്റ്റത്തെ പഴിക്കാൻ പോയിട്ടില്ല. കാരണം ഒരു അനുഭവങ്ങളുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ്. 1-ാം നമ്പറാണ് ആരോഗ്യരംഗം എന്ന് പറഞ്ഞു നടന്നതാണ്. അവസാനം ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണപ്പോ അതിനടിയിൽപ്പെട്ട് ഒരു സ്ത്രീ മരിച്ചപ്പോ നമ്മുടെ 1-ാം നമ്പറിന്റെ അർത്ഥം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതുതന്നെയാണ് ഈ സ്കൂളിലും സംഭവിച്ചിരിക്കുന്നത്. തേവരക്കര ബോയ്സ് സ്കൂളില്, നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ വന്നു, ക്ലാസ് മുറികൾ ഉണ്ടായി, സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതും 1-ാം നമ്പറാക്കിക്കൊണ്ട് വലിയ ഖ്യാതി നടിച്ചു നടക്കുകയായിരുന്നു. പക്ഷെ ആലോചിച്ച് നോക്കണം, തേവരക്കര പോലെ ഒരു സ്ഥലത്ത്, കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ. അവിടുത്തെ സ്കൂളില് വളപ്പിലൂടെ വലിച്ചിരുന്ന വൈദ്യുതി കമ്പി ഈ ഷെഡിൽ കയറിയുന്ന ഒരു കുട്ടിക്ക് തൊടാവുന്ന അകലത്തിൽ മാത്രമായിരുന്നു എന്ന അപകടകരമായൊരു സ്ഥിതിവിശേഷം നമ്മൾ 1-ാം നമ്പർ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. പറഞ്ഞല്ലോ, വിദ്യാലയ വളപ്പുകളിലെ ഇത്തരത്തിൽ കമ്പി വലിക്കാൻ പാടില്ലെന്നും ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നും വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു സർക്കുലർ അയച്ചിട്ട് ആരാണത് കേൾക്കാതെ ഇരുന്നത്? ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? സർക്കുലർ ഇറക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ അഭാവമാണ് നമ്മൾ തേവരക്കരയിൽ കണ്ടത്. ഒരു കുഞ്ഞിന്റെ 13 വയസ്സുള്ള ഒരു കുട്ടി, നല്ല മിടുക്കനായിരുന്നു, 8-ാം ക്ലാസ്സിൽ വന്ന് ചേർന്നതേ ഉള്ളൂ, ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു, അവരെ പഠിക്കാൻ മിടുക്കനായിരുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഭാവിയിലെ അത്താണിയായിട്ട് എല്ലാവരും കണ്ടതാ. ആ കുഞ്ഞാണ് ഈ അനാസ്ഥയുടെ ബലിയാടായിട്ട് ജീവൻ വെടിയേണ്ടി വന്നത്. ശാസ്താംകോട്ട താലൂക്ക് ആസ്പത്രിയിലെ ഫ്രീസറില് ആ മോന്റെ ശരീരം കിടക്കുക, തണുത്ത് വിറങ്ങലിച്ചു കിടക്കുകയാണ്. അപ്പോഴാണ് ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകള്, മന്ത്രിമാരടക്കമുള്ളവര് സർക്കാരിനെ രക്ഷിക്കാൻ വെള്ളപൂശുന്നതിനുള്ള അർത്ഥശൂന്യമായ പ്രസ്താവനകള് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുക, എന്തിനാണ് അവൻ ആ ഷെഡിന്റെ മുകളിൽ കയറിയത്, അവന്റെ കൂട്ടുകാർ കയറരുതെന്ന് പറഞ്ഞതാ, എന്നിട്ടും കയറി എന്നതുപോലെയുള്ള ആരോപണങ്ങൾ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയാണ്. രാജ്യത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായാല്, സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ ഒരു കുട്ടി മരിച്ചാല് പ്രതിപക്ഷം അത് പറയണ്ടേ, അത് ഉയർത്തി കാണിക്കണ്ടേ? ആ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇതൊക്കെ ആ കുട്ടിയുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് പോലുമില്ല, അതിനു മുമ്പ് നടക്കുന്ന കാര്യങ്ങളാ. അവന്റെ അമ്മ കുവൈറ്റിലാ, അവിടെ ഒരു കുടുംബത്തിലെ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുക. അവരുടെ തൊഴിലുടമയോടൊപ്പം ഇപ്പൊ തുർക്കിയിൽ പോയിരിക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ച് കുവൈറ്റിൽ വന്നിട്ട് വേണം ഇവിടെ വരാൻ, എന്നിട്ടാണ് ശവസംസ്കാരം നടക്കുക. ഈ സമയത്താണ് നമ്മുടെ മന്ത്രിമാര് ക്രൂരമായ ഫലിതം പറഞ്ഞ് സ്വയം വിഡ്ഢികളാവുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ് പത്രലേഖകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖവും സങ്കടവും അനുശോചനവും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യഗ്രത, അദ്ദേഹത്തിന്റെ തിടുക്കം ഈ സ്കൂള് നടത്തുന്നത് CPM അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനായിരുന്നു. പാർട്ടി ഭരിച്ചാലും ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്, വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അതാ പറഞ്ഞതും, പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഇത് CPM-ന്റെ ഉടമസ്ഥതയിൽ തന്നെ നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് പറയാം. അവിടുത്തെ മാനേജർ, സ്കൂളിന്റെ ഭരണസമിതി പ്രസിഡന്റ്, ഇവരെയൊക്കെ തീരുമാനിക്കുന്നത് CPM ആണ്. ഇതിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ട ചുമതല CPM-ന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനാണ്. മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ സ്കൂളിന്റെ മാനേജർ. തേവരക്കര കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ ഭരണസമിതിയുടെ, സ്കൂൾ ഭരണസമിതിയുടെ പ്രസിഡന്റ്. കാലാകാലങ്ങളിലായിട്ട് CPM ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപക നിയമനത്തിനുള്ള കോഴയടക്കം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് CPM-ന്റെ ഈ കമ്മിറ്റിയാണ്. ഈ പ്രദേശത്തുള്ളവർക്ക് മുഴുവൻ അറിയാവുന്ന നഗ്നമായ ഒരു സത്യമാണിത്. എന്നിട്ടാണ് ഇവരെയൊക്കെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഈ സ്കൂളിനെ നടത്തിപ്പോയിട്ട് CPM-ന് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നത്. CPM നടത്തുന്ന സ്കൂളാണിത്. പിന്നീട് അദ്ദേഹം തിരിയുന്നത് പ്രതിപക്ഷത്തിന് നേർക്കാം. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഒരു കലാപ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം.
പലപ്പോഴും പല രീതിയിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കലാണ്, വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിന് പകരം ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 മെയ് വരെ തുടരും. ഒരിക്കൽ കൂടെ പറയട്ടെ, അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രതിപക്ഷമാണെന്ന് നമ്മൾ അവരെ ആക്ഷേപിക്കില്ലേ? ഒരു സർക്കാരിന്റെ 3 വകുപ്പുകളുടെ അനാസ്ഥ, അതുമൂലം ഒരു കുരുന്ന് ജീവൻ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പ്രതിപക്ഷം മിണ്ടാതിരിക്കണോ? എന്താണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്? ഈ വീഴ്ചകൾ എണ്ണിപ്പറയേണ്ടത് പ്രതിപക്ഷത്തിന്റെ, മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അത് അവർ നിർവഹിക്കുമ്പോൾ എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റവും ക്രൂരമായ പ്രസ്താവന ഇതൊന്നുമല്ല. 2026 മെയ് വരെ ഇതൊക്കെ ഉണ്ടാകുമെന്ന്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം 2026 മെയ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ളവര് ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉയർത്തുന്നത് എന്ന എത്ര മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ഒരു ദാരുണ സംഭവത്തെ, ഈ ദൗർഭാഗ്യകരമായ ഒരു മരണത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുന്നത്? ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പോലും പ്രതിപക്ഷം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഗോവിന്ദൻ മാഷ് അർത്ഥമാക്കുന്നത്? എത്ര നികൃഷ്ടമായ രീതിയിലാണ് താങ്കൾ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്നത്? ഇത് തെരഞ്ഞെടുപ്പായിട്ട് എന്താണ് ബന്ധം? തെരഞ്ഞെടുപ്പ് സമീപമായപ്പോൾ ഒരു അപകടമുണ്ടായി. ആ അപകടത്തിന്റെ പ്രധാന കാരണക്കാർ സർക്കാരാ. അത് പ്രതിപക്ഷം പറയും, മാധ്യമങ്ങൾ പറയും, സാധാരണ ജനങ്ങളും അത് പറയും. അത് എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുന്ന? തെരഞ്ഞെടുപ്പുമായിട്ട് എന്തിനു ബന്ധിപ്പിക്കണം? കൊലച്ചിരി എന്നാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വിശേഷിപ്പിച്ചത്. ഒരു കുഞ്ഞിന്റെ ശരീരം ജീവനറ്റ് അവന്റെ അമ്മയുടെ വരവിനായി കാത്തു കിടക്കുമ്പോഴാണ് മനുഷ്യത്വത്തിന്റെയോ ദയയുടെയോ സ്പർശം അല്പം പോലുമില്ലാത്ത ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ, അതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില കമന്റുകൾ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി എന്താ, സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ തലയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തിയിട്ട് അദ്ദേഹം കൈകഴുകി മാറി നിൽക്കുക. നേരത്തെ സർക്കുലർ അയച്ചതൊക്കെ ശരിയാ. അത് മാത്രമല്ല, കമ്പി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, അപകടകരമായ രീതിയിൽ ഞാന്ന് കിടക്കുന്നത് ഈ ഹെഡ് മാസ്റ്റർ ഒന്നും കണ്ടില്ലെന്ന് അദ്ദേഹം ചോദിക്കുക. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കാൻ പറ്റും. മന്ത്രിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കാതെ ചോദിക്കുന്നത്. പിന്നെ മന്ത്രിക്ക് എന്ത് പണിയാണുള്ളത്? സുരക്ഷിതമായ സാഹചര്യത്തിൽ നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന മന്ത്രിയെയാ, വിദ്യാഭ്യാസ മന്ത്രിയെയാണ്. ആ സാഹചര്യത്തില് ഇതുപോലൊരു അപകടം ഉണ്ടാകുമ്പോൾ ഒഴിവാക്കാമായിരുന്ന ഒരു അപകടം, ആ അപകടം മൂലം കുട്ടി മരിക്കുമ്പോ ചോദ്യങ്ങൾ ഉയരും. അതിനെന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി ബേജാറാവുന്നത്? അങ്ങയുടെ ജോലി പിന്നെ എന്താണ്? അവിടുന്ന് സർക്കുലർ അയക്കലും ഫയലിൽ ഒപ്പിടലും മാത്രമാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഉറപ്പുവരുത്തണ്ടേ? സുരക്ഷിതമായ സാഹചര്യത്തിൽ നല്ല വിദ്യാഭ്യാസം. മന്ത്രിക്ക് അതിൽ നിന്ന് നേരമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും മന്ത്രിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ, വല്ല റോബോട്ടിനെയും ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുക. മന്ത്രിക്ക് ഇതിലല്ലല്ലോ ശ്രദ്ധ. സ്കൂളുകൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നോ, നല്ല കെട്ടിടങ്ങൾ ഉണ്ടോ, ക്ലാസുകൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ? അതല്ലല്ലോ. സൂംബ ഡാൻസ് നടത്തുന്നതാണ് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം. എല്ലാ സ്കൂളിലും സൂംബ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ലഹരിയുടെയും ഒക്കെ വ്യാപനം അങ്ങ് തടയാം. ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പരമപ്രധാനമായ കാര്യം വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം, പറഞ്ഞ സുരക്ഷിത സാഹചര്യങ്ങൾ, അത് ഉറപ്പുവരുത്തേണ്ടപ്പം സൂംബ ഡാൻസ് നടത്തിയെടുത്ത കാര്യം. നമ്മുടെ മറ്റൊരു മന്ത്രി ചിഞ്ചുറാണി ഒരു അമ്മയാണ്. ഈ സംഭവം നടന്ന മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയാണ്, മന്ത്രിയാണ്. അവരെന്താണ് പറഞ്ഞത്? പിള്ളേര് കളിച്ച് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറി കളിക്കാൻ തുടങ്ങിയെന്ന്. ആ പാവം കുഞ്ഞിനെയാണ് മന്ത്രി കുറ്റപ്പെടുത്തിയത്. അവൻ എന്തിനാണ് മുകളിലോട്ട് കയറിയത്? കയറണ്ടെന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനു കയറി? ഇപ്പൊ ഇതിന്റെ പാപഭാരം മുഴുവൻ ആ പാവപ്പെട്ട കുഞ്ഞിന്റെ തലയിൽ വയ്ക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞ് പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ പ്രസ്താവനയും നടത്തിയിട്ട് അവര് പോയത് സൂംബ ഡാൻസ് കളിക്കാനാണ്. അതിന്റെ ദൃശ്യങ്ങള് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവർക്കൊന്നും മനസാക്ഷിയില്ലേ, ദയയില്ലേ, ഒരു കാരുണ്യമില്ലേ? ഒരു അമ്മയാണ് ആലോചിക്കണം. ആ കുട്ടിയുടെ അമ്മ ആ കുടുംബം പോറ്റാൻ കുവൈറ്റിൽ ഒരു വീട്ടിൽ ഹോം നഴ്സായിട്ട് ജോലി ചെയ്യാണ്. ഒരു പാവപ്പെട്ട കുടുംബം. സൂംബ ഡാൻസ് കളിക്കാൻ പോയിരിക്കുന്ന മന്ത്രി. എന്താ ഇതിനെ കുറിച്ചൊക്കെ പറയുക? പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും. ഇനിയിപ്പോ അതൊക്കെ തിരുത്തിക്കൊണ്ട് മന്ത്രി ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? മന്ത്രിയാണ് അത്രേ മന്ത്രി. ഒരു കുട്ടിയുടെ മരണം അറിഞ്ഞിട്ട് തൊട്ടടുത്ത മണ്ഡലത്തിൽ
അത് സാധാരണ മരണമല്ല, ദാരുണമായ ഒരു അപകട മരണം. അത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് സംഭവിച്ചത്. എന്നിട്ട് സൂംബ ഡാൻസ് കളിക്കാൻ പോയി മന്ത്രി ചിഞ്ചുറാണി, വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി ബോർഡിനും വീഴ്ച സംഭവിച്ചുകൊണ്ടെന്ന് സംഭവിച്ചു. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയിൽ ലൈവായിട്ട് പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഏതെങ്കിലും ഒരു കോല് കൊണ്ട് അത് ആ കുട്ടിയെ തട്ടി മാറ്റാൻ പറ്റുമായിരുന്നല്ലോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യനെങ്കിലും കുറച്ച് ബോധത്തോടുകൂടി സംസാരിച്ചല്ലോ എന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ഈ ഏഷ്യാനെറ്റിലെ ഈ പരാമർശം കേൾക്കുന്നത്. പ്ലാസ്റ്റിക് കമ്പ് കൊണ്ട് കുത്തിമാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു. അവൻ അവിടുത്തെ ഏതോ പലക പൊളിച്ചാണ് ഇതിന്റെ പുറത്ത് കയറിയത്, മുകളിൽ കയറിയത്. ഇങ്ങനെ ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരിക്കും, ശരിയാ. പക്ഷെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാ. അവരുടെ നഷ്ടം ആര് നികത്തും? ഈ പ്രസ്താവനകൾ സൂംബ ഡാൻസ് കളിച്ചാൽ തീരുമോ? ഇതൊക്കെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. നമ്മുടെ മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയൊക്കെ വിചാരം മൂന്നാം പിണറായി സർക്കാർ ഇനി വന്നെന്നാ, ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. അപ്പൊ എന്ത് തോന്നിയവാസവും കാണിക്കാം, തോന്നിയവാസവും പറയാം. അതാണ് ചില മന്ത്രിമാരുടെ ഇപ്പോഴത്തെ വിചാരം. രാവണപ്രഭു എന്ന സിനിമയില് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രം മോഹൻലാൽ അവതരിപ്പിക്കുന്നതാണ്. അദ്ദേഹം ശേഖരനോട് ചോദിക്കുന്നുണ്ട്, എന്താടോ നന്നാവാത്തെ? സത്യത്തിൽ ഈ സർക്കാരിനോടാണ് ചോദിക്കേണ്ടത്, എന്താടോ നന്നാവാത്തെ? പക്ഷെ ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം അവർ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല.